നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് യൂൻ സുക് യോളിന്റെ ഇംപീച്ച്മെന്റ് നടപടി ഭരണഘടനാ കോടതി ശരിവച്ചു. ഔദ്യോഗിക സ്ഥാനത്തു നിന്നും യൂൻ സുക് യോളിനെ നീക്കി. പട്ടാള നിയമം നടപ്പാക്കാനുള്ള അദ്ദേഹത്തിന്റെ ഹ്രസ്വകാല ശ്രമം മൂലമുണ്ടായ നീണ്ട രാഷ്ട്രീയ പ്രതിസന്ധിക്ക് കാരണം 4 മാസത്തിന് ശേഷമാണ് അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടായിട്ടുള്ളത്. 60 ദിവസത്തിനുള്ളിൽ തന്നെ ദക്ഷിണ കൊറിയയിൽ അടുത്ത തെരഞ്ഞെടുപ്പ് നടക്കും. പ്രധാനമന്ത്രി ഹാൻ ഡക് സു ഇടക്കാല പ്രസിഡന്റായി ചുമതലയേറ്റു. പ്രസിഡന്റ് യൂൻ സുക് യോളിന്റെ ഇംപീച്ച്മെന്റിനെ തുടർന്നുള്ള പ്രക്ഷുബ്ധമായ രാഷ്ട്രീയ കാലഘട്ടത്തിലൂടെ ദക്ഷിണ കൊറിയയെ നയിക്കുക എന്നതാണ് ആക്ടിംഗ് പ്രസിഡന്റ് എന്ന നിലയിൽ ഹാൻ നേരിടുന്ന ചുമതല. ഇപ്പോൾ ദക്ഷിണ കൊറിയയുടെ ആക്ടിംഗ് പ്രസിഡന്റായ പ്രധാനമന്ത്രി ഹാൻ ഡക് സു 5 പ്രസിഡന്റുമാരുടെ കീഴിൽ 3 പതിറ്റാണ്ടിലേറെ പരിചയമുള്ള ഒരു പരിചയസമ്പന്നനായ ടെക്നോക്രാറ്റാണ്. സാമ്പത്തിക ശാസ്ത്രത്തിൽ ഹാർവാർഡ് ഡോക്ടറേറ്റ് നേടിയ അദ്ദേഹം US ദക്ഷിണ കൊറിയ സ്വതന്ത്ര വ്യാപാര കരാറിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. ഒരു സാമ്പത്തിക വിദഗ്ധനും നയതന്ത്രജ്ഞനും എന്ന നിലയിൽ ഹാന്റെ യോഗ്യതകൾ ദക്ഷിണ കൊറിയയുടെ സമ്പദ് വ്യവസ്ഥയ്ക്കും പ്രധാന ആഗോള സഖ്യകക്ഷികളുമായുള്ള പ്രത്യേകിച്ച് അമേരിക്കയുമായുള്ള ബന്ധത്തിനും ഏറെ ഉപകാരപ്രദമാണ്. കഴിഞ്ഞ ഡിസംബറിലാണ് പട്ടാള നിയമം പ്രഖ്യാപിച്ചതിന് പിന്നാലെ പാർലമെന്റ് അദ്ദേഹത്തെ ഇംപീച്ച് ചെയ്തത്. യൂനിന്റെ ഭരണകക്ഷിയിലെ അംഗങ്ങളും അദ്ദേഹത്തിനെതിരെയാണ് നിലപാടെടുത്തത്. 300-ൽ 204 പാർലമെന്റ് അംഗങ്ങളും അദ്ദേഹത്തിന്റെ ഇംപീച്ച്മെന്റിനെ പിന്തുണച്ചു. ദക്ഷിണ കൊറിയയുടെ ചരിത്രത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ആദ്യത്തെ പ്രസിഡന്റാണ് യൂൻ സുക് യോൾ. ദക്ഷിണ കൊറിയയിൽ കലാപത്തിന് ആഹ്വാനം ചെയ്യുന്നതും കലാപം സംഘടിപ്പിക്കുന്നതും ജീവപര്യന്തം തടവോ മരണമോ ലഭിക്കാവുന്ന ശിക്ഷയാണ്. എന്നിരുന്നാലും പതിറ്റാണ്ടുകളായി രാജ്യം വധശിക്ഷകൾ നടപ്പാക്കിയിട്ടില്ലാത്തതിനാൽ രണ്ടാമത്തേത് സംഭവിക്കാനുള്ള സാധ്യത വളരെ വിരളമാണ്. പ്രസിഡന്റ് കിം ഡേ ജുങ് 1998 ഫെബ്രുവരിയിൽ അധികാരത്തിൽ വന്ന ശേഷം വധശിക്ഷകളൊന്നും തന്നെ നടപ്പാക്കിയിട്ടില്ല. ഏറ്റവും അവസാനം വധശിക്ഷ നടപ്പാക്കിയത് 1997 ഡിസംബർ 31-നായിരുന്നു. അന്ന് 23 പേരെയാണ് വധശിക്ഷയ്ക്ക് വിധേയരാക്കിയത്. ഏറ്റവും അവസാനം വധശിക്ഷ വിധിച്ചത് 2009 ഏപ്രിൽ 21-നാണ്. ഇപ്പോൾ വധശിക്ഷ കാത്തുകഴിയുന്നവരിൽ മനുഷ്യമാംസം കഴിക്കുന്ന ചിജോൺ കുടുംബം എന്ന ഗൂഢസംഘത്തിലെ അംഗമായിരുന്ന യു യുങ് ചൂൾ ഇപ്പോഴും ജയിലിലാണ്. 1980-ന് ശേഷം ആദ്യമായായിരുന്നു ദക്ഷിണ കൊറിയയിൽ പട്ടാള നിയമം പ്രഖ്യാപിച്ചത്. രാത്രി വൈകി ദേശീയ ടെലിവിഷനിലൂടെയായിരുന്നു രാജ്യത്ത് പട്ടാള നിയമം ഏർപ്പെടുത്തുന്നതായി പ്രസിഡന്റ് അറിയിച്ചത്. ഉത്തര കൊറിയയോട് അനുഭാവം പുലർത്തുന്ന പ്രതിപക്ഷം പാർലമെന്റ് നിയന്ത്രിക്കുന്നുവെന്നും ദേശദ്രോഹ നടപടികളിലൂടെ സർക്കാരിനെ തളർത്തുന്നുവെന്നും ആരോപിച്ചായിരുന്നു നടപടി. സ്വന്തം പീപ്പിൾസ് പവർ പാർട്ടിയെ പോലും അറിയിക്കാതെയായിരുന്നു പ്രസിഡന്റിന്റെ പട്ടാള നിയമ പ്രഖ്യാപനം. യോളിന്റെ തീരുമാനത്തിനെതിരെ വിദ്യാർത്ഥികളടക്കം പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയിരുന്നു. പ്രതിപക്ഷ നേതൃത്വത്തിലുള്ള പാർലമെന്റ് ആരംഭിച്ച ഇംപീച്ച്മെന്റ് നടപടികൾ രാജ്യത്തെ അനിശ്ചിതത്വത്തിലേക്കാണ് നിലവിൽ തള്ളിവിട്ടിട്ടുള്ളത്. രാജ്യം ഒരു അരക്ഷിതാവസ്ഥയിലാണെന്നാണ് പൗരന്മാരടക്കം കരുതുന്നത്. 2022 മെയ് മാസത്തിൽ അധികാരമേറ്റ പ്രസിഡന്റ് യൂൻ നിരവധി അഴിമതികളിലും വിവാദങ്ങളിലും കുടുങ്ങിയതോടെയാണ് പ്രതിസന്ധി ആരംഭിക്കുന്നത്. സാധാരണ പൗരന്മാരുടെ ആവശ്യങ്ങളിൽ നിന്ന് അദ്ദേഹം അകന്നുപോയി എന്നും പൊതുജനങ്ങളുടെ താൽപര്യങ്ങളെക്കാൾ തന്റെ സമ്പന്നരായ ദാതാക്കളുടെയും സഖ്യകക്ഷികളുടെയും താൽപര്യങ്ങൾക്ക് മുൻഗണന നൽകിയെന്നും വിമർശകർ ആരോപിച്ചു. ഇംപീച്ച്മെന്റ് നടപടികൾക്കുള്ള പ്രധാന പ്രേരണകളിൽ ഒന്ന് യൂനിന്റെ സഹായികളും സഖ്യകക്ഷികളും ഉൾപ്പെട്ട ഒരു അഴിമതി ആരോപണങ്ങളായിരുന്നു. കൈക്കൂലി, ധനാപഹരണം എന്നീ ആരോപണങ്ങളിൽ കേന്ദ്രീകരിച്ചുള്ള ഈ അഴിമതി വ്യാപകമായ പ്രതിഷേധത്തിനും യൂനിന്റെ രാജി മുറവിളികൾക്കും കാരണമായി. തെറ്റ് ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞുവെങ്കിലും രാജ്യത്ത് മുഴുവനും തന്നെ യൂനിന്റെ ജനപ്രീതി കുത്തനെ ഇടിയുകയായിരുന്നു. സ്വന്തം പാർട്ടിക്കുള്ളിൽ അദ്ദേഹം കൂടുതൽ ഒറ്റപ്പെട്ടു. യൂനിന്റെ ജനപ്രീതിയില്ലായ്മ മുതലെടുക്കാൻ പ്രതിപക്ഷവും കച്ചകെട്ടി ഇറങ്ങിയതോടെ അവസ്ഥ കൂടുതൽ ദയനീയമായി. ഇംപീച്ച്മെന്റ് നടപടികൾ തീവ്രമായ നാടകീയതയുടെയും വിവാദങ്ങളുടെയും അടയാളമായി പെട്ടെന്ന് തന്നെ മാറുകയായിരുന്നു. യൂനിന്റെ അനുയായികൾ പ്രതിപക്ഷം ഒരു രാഷ്ട്രീയ അട്ടിമറിയിൽ ഏർപ്പെടുന്നുവെന്ന് ആരോപിച്ചു. പക്ഷേ യൂനിന്റെ പ്രവർത്തനങ്ങൾ മൂലം അദ്ദേഹത്തെ സ്ഥാനത്തുനിന്ന് നീക്കുകയല്ലാതെ മറ്റ് മാർഗമില്ല എന്ന് പ്രതിപക്ഷം ശക്തമായി പ്രതികരിക്കുകയും ചെയ്തു. യൂനിന്റെ രാജി ആവശ്യപ്പെട്ട് തെരുവിലിറങ്ങിയുള്ള പ്രതിഷേധങ്ങൾ വരെ രാജ്യത്ത് നടന്നു. പക്ഷേ ഇംപീച്ച്മെന്റ് നടന്നാൽ തന്നെ പുതിയ തെരഞ്ഞെടുപ്പുകൾക്ക് പെട്ടെന്നൊന്നും വഴിയൊരുക്കില്ല എന്ന വസ്തുത സ്ഥിതി കൂടുതൽ വീണ്ടും സങ്കീർണമാക്കുകയാണ്. പകരം പ്രധാനമന്ത്രി ആക്ടിംഗ് പ്രസിഡന്റായി ചുമതലയേൽക്കും. ഇത് അധികാരശൂന്യതയെയും അസ്ഥിരതയെയും കുറിച്ചുള്ള ആശങ്കകൾ ജനങ്ങളിൽ ഉടലെടുക്കാൻ കാരണമാകും. അന്താരാഷ്ട്ര സമൂഹവും സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. നിരവധി നയതന്ത്രജ്ഞരും വിശകലന വിദഗ്ധരും
പ്രാദേശിക സ്ഥിരതയ്ക്കും സുരക്ഷയ്ക്കും ഉണ്ടായേക്കാവുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ആശങ്കകൾ പ്രകടിപ്പിക്കുന്നുമുണ്ട്. ഇങ്ങനെ നീളുന്ന ദീർഘകാല അസ്ഥിരത ദക്ഷിണ കൊറിയയിൽ വൻ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കും. പ്രത്യേകിച്ച് ഉത്തര കൊറിയയുമായുള്ള രാജ്യത്തിന്റെ ബന്ധം ആശങ്കാജനകമായിരിക്കുകയും ഉത്തര കൊറിയയിൽ നിന്ന് ഭീഷണികൾ നേരിടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ദുർബലമായ ദക്ഷിണ കൊറിയൻ സർക്കാരിന് ഉത്തര കൊറിയയുമായി ഒരിക്കലും പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ഉത്തര കൊറിയയ്ക്കെതിരെ കൂടുതൽ ആക്രമണാത്മക നിലപാട് സ്വീകരിക്കാൻ ദക്ഷിണ കൊറിയ ധൈര്യപ്പെടുമെന്ന് തോന്നുന്നില്ല എന്ന് വിശകലന വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇതുകൂടാതെ രാജ്യം ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയുടെ വക്കിലേക്ക് നീങ്ങുമ്പോൾ നിരവധി പൗരന്മാർ അസ്വസ്ഥതയും അനിശ്ചിതത്വവും അനുഭവിക്കുന്നു. ഇംപീച്ച്മെന്റ് നടപടികൾ ദക്ഷിണ കൊറിയൻ സമൂഹത്തിനുള്ളിലെ ആഴത്തിലുള്ള ഭിന്നതകൾ തുറന്നുകാട്ടുന്നുമുണ്ട്. വിധിയോട് പ്രതികരിക്കവേ സമാധാനപരമായ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കാൻ സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് ആക്ടിംഗ് പ്രസിഡന്റ് ഹാൻ ഡക്സു ഉറപ്പു നൽകി. ധനമന്ത്രി ചോയി സാങ് മോക്ക് ബാങ്ക് ഓഫ് കൊറിയ ഗവർണറുമായും സാമ്പത്തിക നിയന്ത്രണ ഏജൻസികളുമായും അടിയന്തര യോഗം ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മലയാളി വാർത്ത ഇൻസൈഡ്.